ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു വണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യവും വാഹനം ഉപയോഗിക്കുന്നതിലൂടെ നഷ്ടമാകാനായിട്ട് പാടില്ല. അപ്പോൾ വാഹനം ഉപയോഗിക്കുന്നതിലൂടെ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യം നഷ്ടമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ വിഷ്വലിൽ കാണുന്ന ഈ AC-യുടെ 2 മോഡുകളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. ഒന്ന് ഫ്രഷ് എയർ മോഡും ഒന്ന് റീസർക്കുലേഷൻ മോഡുമാണ്. ഇത് നമ്മൾ പല ആൾക്കാരും വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോഡ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മോഡിലിടും. ഒന്നെങ്കിൽ റീസർക്കുലേഷൻ മോഡിലിടും, അല്ലെങ്കിൽ ഫ്രഷ് എയർ മോഡിലിടും. ഇത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സാഹചര്യത്തിന് അനുയോജ്യമായിട്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ മോഡും കൂടെ നമ്മൾ കൃത്യമായിട്ടും മാറ്റിയിടേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പ്രചോദനം നൽകിയ ഒരു കാര്യം അത് തന്നെയാണ്. കാരണം ഞാൻ വണ്ടിയിലേക്ക് കയറി ഇരുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു എയറിൻ്റെ ഒരു സ്മെല്ലല്ല, ഒരു സ്റ്റിങ്ക് എനിക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്തു. ആ ഒരു ടൈമിലാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടൊരു ചിന്ത തോന്നിയത്. അതായത് ഇപ്പോൾ ലോങ് ആയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുന്ന ഒരു ടൈമായിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു മോഡ് കിടന്നത് റീസർക്കുലേഷൻ മോഡിലായിരുന്നു. നിങ്ങളെ ഞാനതൊന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുക, റീസർക്കുലേഷൻ മോഡിലാണ് കിടക്കുന്നത്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഈ ഒരു കാറിൻ്റെ പടം അതിൻ്റെ ഇടയ്ക്ക് ഒരു യു പോലെയുള്ള ഒരു മാർക്കിംഗ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് റീസർക്കുലേഷൻ മോഡാണ്. ഈ കാണുന്നത് ഫ്രഷ് എയർ മോഡാണ്. ഇത് നമ്മൾ മാറി മാറി ഡ്രൈവിങ്ങിൽ നമ്മൾ പോകുന്ന സാഹചര്യത്തിന് അനുയോജ്യമായിട്ട് ഇത് മാറി യൂസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ റീസർക്കുലേഷൻ മോഡിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ ഇത്തരത്തിൽ വാഹനത്തിലേക്ക് കയറുന്ന സമയത്ത് വണ്ടി ലോങ് ആയിട്ട് പാർക്ക് ചെയ്ത് കിടക്കുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു എയർ എപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. നമ്മൾ വാഹനം ഉപയോഗിച്ചിട്ട് ഇറങ്ങുന്ന സമയത്തുള്ള നമ്മളുടെ ശരീരത്തിൻ്റെയും അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലൊക്കെ ചൂടായി കിടന്നിട്ട് വണ്ടി പ്രത്യേകിച്ചും വെയിലത്തൊക്കെയാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം കൂടെ തങ്ങി നിന്ന ഒരു എയർ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകും. അപ്പം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടും AC കൂടെ ഇട്ട് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളൊരു വണ്ടി പാർക്ക് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു മോഡെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് AC ആക്കുന്ന മോഡാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫ്രഷ് എയർ മോഡിലേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് മാറ്റുക. ഫ്രഷ് എയർ മോഡിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് വെളിയിലുള്ള എയറിനെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. അതാണ് നമ്മൾ AC ആയിട്ട് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗ്ലാസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താത്തിടുക. അതായത് പവർ വിൻഡോ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് താത്തിടുക. ഈ ഒരു സൈഡിലെയും പവർ വിൻഡോ ജസ്റ്റ് ഒന്ന് താക്കുക. അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എയർ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറും. ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, AC കൂടെ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ AC കൂടെ ഇട്ട് കൊടുക്കുന്നു. AC കൂടെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ വരുന്ന ഈ ഒരു എയർ എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ വെളിയിലുള്ള എയർ ആണ് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പം ഈ അകത്ത് കെട്ടി നിൽക്കുന്ന എയർ എല്ലാം വെളിയിലേക്ക് പോകാനായിട്ട് നമ്മൾ ഓൾറെഡി ഗ്ലാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു മോഡിലേക്ക് ഇടുമ്പോൾ വണ്ടി വളരെ വേഗത്തിൽ തണുക്കും, നമ്മളുടെ ശരീരത്തിന് മറ്റൊരു തരത്തിലുള്ള പ്രോബ്ലവും ഉണ്ടാകത്തില്ല. എന്നാൽ ഇത്തരത്തിലിട്ട് നമ്മൾ ജസ്റ്റ് വാഹനത്തിൻ്റെ എയർ ഒക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഈ ഫ്രഷ് എയർ മോഡ് മാറ്റിയിട്ട് നമ്മൾ റീസർക്കുലേഷൻ മോഡിലേക്ക് നമ്മൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. റീസർക്കുലേഷൻ മോഡിലേക്ക് ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ഒരു ഫ്രഷ് എയർ മോഡിലാണ് ഇട്ട് പോകുന്നതെങ്കിൽ നമ്മൾ കുറച്ച് ഓടിച്ചു പോകുന്ന സമയത്ത് കുറച്ച് മലിനമായിട്ടുള്ള സ്ഥലങ്ങൾ, ഉദാഹരണം പറയാൻ ട്രാഫിക്ക്, പൊടിപടലങ്ങളുള്ള സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും ഈ ഒരു ഫ്രഷ് എയർ മോഡിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ വെളിയിൽ നിന്ന് വരുന്ന ആ ഒരു എയർ നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയും അതും വലിയ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഓരോ സ്ഥലത്തിന് അനുയോജ്യമായിട്ട് നിങ്ങൾ ഈ ഒരു മോഡ് മാറ്റിയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോൾ വാഹനം ഉപയോഗിച്ചാലും ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഒരു പരിധിവരെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോ എങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിലെ കാര്യം നിങ്ങൾക്കറിയാം, ഞാൻ ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകളാണ് കൂടുതൽ നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതുപോലെ വാഹനത്തിൻ്റെ ഉള്ളിലിരുന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പലപ്പോഴും ഗ്ലാസ്സുകളൊക്കെ കയറ്റിയിടും, കാരണം വെളിയിൽ നിന്നുള്ള സൗണ്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാനായിട്ട് അത് ചെയ്യാറുണ്ട്. ഒപ്പം തന്നെ ചിലപ്പോൾ കുറേയധികം സമയം നമ്മൾ വാഹനത്തിലിരിക്കുമ്പോൾ നമ്മൾ ഹീറ്റ് ആകുന്നതിനനുസരിച്ച് അതൊന്ന് ഓക്കെ ആകാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ AC ഇട്ട് കൊടുക്കും. ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു മോഡ് ചിലപ്പോൾ മാറ്റാനായിട്ട് മറന്നു പോയിട്ടുണ്ട്.
എനിക്കിപ്പോഴാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ചിന്ത വന്നത്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കാം. അങ്ങനെയുള്ളവർ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടേക്കുക. കാരണം അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.